പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് രാത്രിയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം സത്യവചനത്തെ എത്തിക്കുവാൻ വിശ്വസ്തനെ നെണ്ണി എന്നെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം കൊണ്ട് അവസാനിച്ചില്ല. ആമേൻ. ആ പുസ്തകത്തിനകത്ത് നാം വായിക്കുന്ന, കേൾക്കുന്ന, ഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ 42ാമത്തെ രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥനയിൽ വീണ്ടും ഒരു രാത്രി കൂടെ 19/8/2026 ബുധനാഴ്ച രാത്രി 10 മണിയോടടുക്കുന്ന സമയം 2026 231ാമത്തെ ദിവസം രാത്രിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അളവിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും നമ്മെ ജയത്തോടെ നടത്തുന്ന കർത്താവിനെ ഇരു കരങ്ങളിൽ ചേർത്തടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുവാൻ പോകുന്ന ആമേൻ വിഷയം, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പിന്നോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ ചിലർക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട് ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഖേദിക്കുന്നു. ആമേൻ വരും ദിവസങ്ങളിൽ ആമേൻ അത് ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവർ തമ്മിൽ പറഞ്ഞേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പിന്നോട്ട് പോകരുത്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആമേൻ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അറിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ചില ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിലും സർവകൃപാലുവായ ദൈവം ആമേൻ നമ്മിൽ പകർന്നിരിക്കുന്ന ആമേൻ ദൈവിക ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവിക പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ജ്യോതിസുകളെ പോലെ ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ പലപ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലകളിൽ പലരും പലതിലും അകപ്പെട്ട്
തകർന്നു പോകുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇരു കരങ്ങളും ചേർത്തടിച്ച് ഒരിക്കൽ കൂടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ആമേൻ 42ാമത്തെ രാത്രിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ രാത്രി നമ്മൾ ധ്യാനിച്ചത് ആമേൻ ഭയത്തെ ജയിച്ച് ആമേൻ വിശ്വാസത്തിൽ നടക്കുക. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്വാസത്തിൽ നടക്കുമ്പോൾ ആമേൻ എല്ലാം എളുപ്പമാകുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ വിശ്വാസത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരീക്ഷണം വരും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചിട്ടും മറുപടി വൈകാം, വിശ്വസിച്ചിട്ടും വാതിൽ അടഞ്ഞു കിടക്കാം. ആമേൻ. ദൈവത്തെ ആശ്രയിച്ചിട്ടും കണ്ണീർ വരാം. ഹല്ലേലൂയ. കണ്ണുനീർ വരാം. ഹല്ലേലൂയ. ശരിയായ വഴി തിരഞ്ഞെടുത്തിട്ടും എതിർപ്പ് വരാം. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരീക്ഷണം വരുന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചതിന്റെ തെളിവല്ല. ആമേൻ. ചിലപ്പോൾ പരീക്ഷണം നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്താനുള്ള സ്ഥലമായി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടാനുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. പ്രിയരെ, സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ആമേൻ വിശ്വാസം ഹല്ലേലൂയ ആമേൻ അതെ ഹല്ലേലൂയ പരീക്ഷണത്തിലൂടെ കൂടുതൽ ആമേൻ തെളിവായി വരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷണത്തിലൂടെ കൂടുതൽ ഉറപ്പിക്കുവാൻ കാരണമാകുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും ഇവിടെ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ പറയുന്നുണ്ടാകും, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, എന്നിട്ടും എന്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ വിശ്വസിച്ചു, പക്ഷേ എന്തുകൊണ്ട് ആമേൻ ഈ പ്രശ്നം ആമേൻ ഞാൻ ശരിയായ വഴി തെരഞ്ഞെടുത്തു, എന്നിട്ടും എന്തുകൊണ്ട് ഈ പോരാട്ടം? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, തളരരുത്. പരീക്ഷണം നിന്റെ വിശ്വാസത്തിന്റെ അവസാനമല്ല. പരീക്ഷണം ആമേൻ കടന്നു പോകും, പക്ഷേ പരീക്ഷണത്തിലൂടെ രൂപപ്പെടുന്ന വിശ്വാസം ആമേൻ നിന്നിൽ ശക്തിയായി വെളിപ്പെടുവാനിടയാകും, നിന്നിൽ ശക്തിയായി തുടരുവാനിടയാകും. ഇന്ന് രാത്രി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ വിശ്വാസത്തിന്റെ ആമേൻ കഠിനമായ പരിശോധനയുടെ നാളുകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, പരീക്ഷണം അതെ നിന്റെ വിശ്വാസത്തിന്റെ അവസാനമല്ല. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെ പരീക്ഷണത്തിലൂടെ രൂപപ്പെടുന്ന വിശ്വാസം നിന്നിൽ ആമേൻ പ്രത്യക്ഷമായി ശക്തിയോടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം തീയിൽ പരിശോധിക്കപ്പെടുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണെന്ന് ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ആമേൻ നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ പ്രിയരെ, വിശ്വാസം പരിശോധിക്കപ്പെടുന്നു. ആമേൻ. അതുകൊണ്ട് പരീക്ഷണം വന്നപ്പോൾ ദൈവം എന്നെ മറന്നു എന്ന് പറയരുത്. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷണം വരുമ്പോൾ ദൈവം എന്നെ മറന്നു എന്ന് പറയരുത്. ഹല്ലേലൂയ. പകരം ദൈവം എന്നെ രൂപപ്പെടുത്തുകയാണെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ യേശുവിന്റെ കയ്യിൽ കൊടുക്കാം. നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ, മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ, കുടുംബത്തിലെ ഭാരങ്ങൾ,
സാമ്പത്തിക പോരാട്ടങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, നിന്റെ ഉള്ളിലെ വിവിധ നിലകളിലുള്ള വേദനകൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ വെക്കാം. ഇന്ന് രാത്രി പറയാം, കർത്താവേ, എനിക്ക് മനസ്സിലാകാത്തപ്പോഴും ഞാൻ അങ്ങയെ വിശ്വസിക്കും. എനിക്ക് കാണാൻ കഴിയാത്തപ്പോഴും ഞാൻ അങ്ങയുടെ വചനത്തിൽ നടക്കും. മറുപടി വൈകിയാലും ഞാൻ പിന്നോട്ട് പോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷണത്തിലും ഞാൻ വിശ്വസിക്കും. കർത്താവേ, നിന്നിൽ മാത്രം. കണ്ണുനീരിലും ഞാൻ പാടും, നിൻ കൃപ മതിയാകുമേ. വഴി കാണാത്ത നേരത്തിലും നിൻ വാക്കിൽ ഞാൻ നിൽക്കും. വാതിലടഞ്ഞാലും യേശുവേ, നിൻ സമയത്തിനായി കാത്തിരിക്കും. തീയിൽ കൂടി നടന്നാലും നിൻ കരമെന്നെ താങ്ങും. ഇന്ന് രാത്രി താങ്ങുന്ന കരം, കരുതുന്ന കരം, പരിപാലിക്കുന്ന കരം, ശക്തീകരിക്കുന്ന കരം ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ പിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് ആത്മാവിൽ പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ അത് തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ഇന്ന് രാത്രി ആമേൻ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. പരീക്ഷണത്തിലും ഞാൻ വിശ്വസിക്കും. കർത്താവേ, നിന്നിൽ മാത്രം. കണ്ണുനീരിലും ഞാൻ പാടും, നിൻ കൃപ മതിയാകുമേ. വഴി കാണാത്ത നേരത്തിലും നിൻ വാക്കിൽ ഞാൻ നിൽക്കും. വാതിൽ അടഞ്ഞാലും യേശുവേ, നിൻ സമയത്തിനായി കാത്തിരിക്കും. തീയിൽ കൂടി നടന്നാലും നിൻ കരം എന്നെ താങ്ങും. ആഴത്തിലേക്കു വീണാലും നിൻ കൃപ എന്നെ ഉയർത്തും. എൻ കുടുംബം നിൻ കയ്യിൽ, എൻ മക്കൾ നിൻ കയ്യിൽ. എൻ കണ്ണുനീർ പോലും യേശുവേ, നിൻ പാദത്തിൽ സമർപ്പിക്കുന്നു ഞാൻ. തളർന്ന ശക്തി തരണമേ, ഞാൻ വീണാൽ ഉയർത്തണമേ. എൻ വിശ്വാസം പരീക്ഷിക്കുമ്പോൾ പിന്നോട്ട് പോകാതിരിക്കണമേ. ഒരു തലമുറ ഉറച്ചു നിൽക്കട്ടെ. പരീക്ഷണത്തിൽ ജയിക്കട്ടെ. യേശുവിൽ വേരൂന്നിയ ജീവിതം ലോകത്തിൻ സാക്ഷിയാകട്ടെ. ഞാൻ വിശ്വസിക്കും, ഞാൻ കാത്തിരിക്കും. യേശുവിൽ ഞാൻ ഉറച്ചു നിൽക്കും.
ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ കാത്തിരിക്കും, യേശുവിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തകൾ പങ്കിട്ട് ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യം വായിച്ച് ആരംഭിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3-4 വാക്യങ്ങൾ വായിച്ചാരംഭിക്കട്ടെ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. പരീക്ഷണം വന്നാൽ വിശ്വാസം ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പരീക്ഷണം വന്നാൽ വിശ്വാസം ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്. പലരുടെയും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നാളുകളിൽ വിശ്വാസത്തിൽ നിന്ന് പലരും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇത് വളരെ ആഴമുള്ള ഒരു സത്യമാണ്. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തിരുവഴുത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ ചില ജീവിതങ്ങൾ, ചില തലമുറകൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില മേഖലക്കകത്ത് നിന്ന് ഒരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ വചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പരീക്ഷണം വന്നപ്പോൾ നമ്മൾ സാധാരണയായി ചോദിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു? ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ തലമുറയിൽ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മോട് ചോദിക്കുന്നത്, ഈ സാഹചര്യത്തിലും നീ എന്നെ വിശ്വസിക്കുമോ? ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ തീച്ചൂളയുടെ അനുഭവത്തിലും ഈ മരുഭൂമിയുടെ അനുഭവത്തിലും ഹല്ലേലൂയ, നീ എന്നെ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നതാ, ദൈവം നമ്മോട് ചോദിക്കുന്നതാ, ഈ സാഹചര്യത്തിലും നീ എന്നെ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് അബ്രഹാമിനെ ഒന്ന് ഓർക്കാം. ദൈവം വാഗ്ദാനം നൽകി. ആർക്ക്? അബ്രഹാമിന്. ആ വാഗ്ദാനങ്ങൾ തന്റെ
ജീവിതത്തിൽ നിറവേറാനായിട്ട് ആമേൻ താൻ ദീർഘകാലം കാത്തിരിക്കേണ്ടതായി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തം നിറവേറാൻ ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. വർഷങ്ങൾ കടന്നു. ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ വൈകുന്നത് പോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. ശരീരം ആമേൻ ക്ഷീണിച്ചെങ്കിലും ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. അബ്രഹാം ആമേൻ വിശ്വാസത്തിൽ നിലനിന്നു. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ആമേൻ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവിശ്വാസത്തിൽ സംശയിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയരെ വിശ്വാസത്തിന്റെ ശക്തി. ആമേൻ. വാഗ്ദാനം കിട്ടിയത് കൊണ്ട് മാത്രം വിശ്വാസമല്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദാനം വൈകുമ്പോഴും വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിപ്പിന്റെ കാലം ചിലരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഹല്ലേലൂയ ഒരു കാത്തിരിപ്പിന്റെ കാലമായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു ആമേൻ ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങൾ ആ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിന്റെ കാലമാണ്. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു. ഓ കാത്തിരിക്കുന്നു. ഓ ഒരു മറുപടിക്കായി വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ മനസ്സ് ചോദിക്കും, ഇനി എത്ര കാലം? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇനി എത്ര കാലം ആമേൻ ഞാൻ വാഗ്ദത്തത്തിന്റെ ആമേൻ നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം? ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഇനി എത്ര കാലമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാത്തിരിപ്പ് അത് വ്യർത്ഥമല്ല. സങ്കീർത്തനം 27:14 ആമേൻ. യഹോവയെ കാത്തിരിക്കുക. ആമേൻ. ധൈര്യപ്പെടുക. നിന്റെ ഹൃദയം ആമേൻ ഉറപ്പുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യഹോവയ്ക്കായി കാത്തിരിക്കുക. ആമേൻ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹൃദയത്തിൽ ഉറപ്പുള്ളവരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ ചിലരോട് ആമേൻ ആലോചന പറയുക. കാത്തിരിക്കുക. ആമേൻ. പക്ഷെ നിരാശയോടെ അല്ല കേട്ടോ. ആമേൻ. എങ്ങനെയാ കാത്തിരിക്കേണ്ടത്? നിരാശയോടെ അല്ല, വിശ്വാസത്തോടെ കാത്തിരിക്കണം. ഓ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളോട് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ചില മറുപടികൾക്ക് വേണ്ടി, ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ ആമേൻ നിവർത്തീകരണത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിരാശയോടല്ല കാത്തിരിക്കേണ്ടത്. ആമേൻ. വിശ്വാസത്തോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഭക്തനായ യോബിന്റെ ആമേൻ ജീവിതത്തെ കുറിച്ച് തിരുവചനത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. യോബിന്റെ വിശ്വാസം. ഹല്ലേലൂയ. യോബിന്റെ ജീവിതം നോക്കൂ. ഒന്നിന് പിന്നാലെ മറ്റൊന്ന്. ഹല്ലേലൂയ. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്. ആമേൻ. നഷ്ടത്തിന്റെ കണക്കുകൾ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കളുടെ വാക്കുകൾ പോലും അവനെ തകർത്ത് കളഞ്ഞു. ഓ എങ്കിലും യോബ് പറഞ്ഞു, യോബ് 19:25 എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവനെന്ന് ഞാൻ അറിയുന്നു. ഓ ഇന്ന് രാത്രിയിലും നിന്നെ വീണ്ടെടുത്തവൻ ജീവനുള്ളവനെന്ന് തിരിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവനെന്ന് ഞാൻ അറിയുന്നു. ഈ പ്രതികൂലത്തിന്റെ നടുവിലും, ഈ പരീക്ഷയുടെ നടുവിലും, ആമേൻ, ഈ തകർച്ചയുടെ നടുവിലും, ഈ വേദനയുടെ നടുവിലും, ആമേൻ, ഈ പ്രതിസന്ധിയുടെ നടുവിലും, ആമേൻ, യോബ് പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവനെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ള ദൈവജന കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ.
മരണത്തെയും പാതാളത്തെ അതിജീവിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹേ മരണമേ നിൻ ജയമെവിടെ? ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രി അവൻ ജയിച്ചവൻ, ഹല്ലേലൂയ, ജയാളിയായവൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്, ആ കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനാണ് എൻ്റെ ഉപനിധി. ഹല്ലേലൂയ! നോക്കണമേ, ഹല്ലേലൂയ! സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. ആമേൻ. സുഹൃത്തുക്കളുടെ വാക്കുകൾ പോലും അവനെ തകർത്ത് കളഞ്ഞു. സ്വന്തമെന്ന് പറയുന്ന ഭാര്യ പോലും ആമേൻ അവനെതിരെ നിന്നു. ഹല്ലേലൂയ! അപ്പോഴും ഭക്തനായ യോബ് പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവനെന്ന് ഓ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ! എത്ര ശക്തമായ വിശ്വാസം! ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, എത്ര ശക്തമായ വിശ്വാസം! ഹല്ലേലൂയ! അവനെല്ലാ ഉത്തരങ്ങളും അറിയില്ലായിരുന്നു. സ്തോത്രം! ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ആമേൻ ചില വിഷയങ്ങൾക്കുള്ള മറുപടി എല്ലാം നിനക്കറിയില്ലായിരിക്കാം. പക്ഷേ അവൻ ഒരു കാര്യം അറിയാമായിരുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവനാണ്. ഹല്ലേലൂയ! സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി അറിയാം, യേശു ജീവനുള്ളവനാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! ഹല്ലേലൂയ! നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി അറിയണം, ഓ വിശ്വസിക്കണം, യേശു ജീവനുള്ളവൻ. ഹല്ലേലൂയ! അതുകൊണ്ട് ഉത്തരം വൈകിയാലും വിശ്വാസം ആമേൻ കൈവിടരുത്. ഹല്ലേലൂയ! ആമേൻ വഴി കാണാത്തപ്പോഴും വിശ്വാസം കൈവിടരുത്. ഹല്ലേലൂയ! ആമേൻ മനുഷ്യർ വിട്ടുപോയാലും വിശ്വാസം കൈവിടരുത്. ഹല്ലേലൂയ! ഇന്ന് രാത്രി ആമേൻ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ വിട്ടുപോയേക്കാം, ആമേൻ നിന്നെ മറന്നു പോയേക്കാം, നിന്നെ കണ്ടില്ലെന്ന് നടിച്ചേക്കാം. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സമാനമായത് പലതും സംഭവിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ! ഉത്തരം വൈകിയാലും വിശ്വാസം കൈവിടരുത്. വഴി കാണാത്തപ്പോഴും വിശ്വാസം കൈവിടരുത്. മനുഷ്യർ വിട്ടുപോയാലും ഹല്ലേലൂയ വിശ്വാസം കൈവിടരുത്. ഹല്ലേലൂയ! പ്രിയരെ, പരീക്ഷണം ഹല്ലേലൂയ ഒരു സാക്ഷ്യമായി മാറും. അടുത്തിരിക്കുന്നവരോട് കരം കൊടുത്തു പറ, ഇത് പരീക്ഷാ കാലമാണ്. ആമേൻ. ഇത് പരാജയത്തിന്റെ കാലമല്ല, പരീക്ഷയിൽ ജയാളിയായവൻ ജീവിക്കുന്നവനാകയാ. ഓ അവൻ എന്നോട് കൂടെ, ഞാൻ അവനോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ജയമുണ്ട്. ഹല്ലേലൂയ! അടുത്തിരിക്കുന്നവരോട് ആമേൻ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, പരീക്ഷണം ഒരു സാക്ഷ്യമായി മാറും. യെസ്, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ചിലരോട് പ്രവചിച്ചു പറയുക, ആമേൻ പരീക്ഷണം ഒരു സാക്ഷിയായി മാറും, മാറും, മാറും. ഹല്ലേലൂയ! ആമേൻ. ഭക്തനായ അബ്രഹാമിന്റെയും ആമേൻ ഹല്ലേലൂയ അതെ യോബിന്റെയും ജീവിതം മാത്രമല്ല, ഇന്ന് രാത്രി ആമേൻ നമുക്ക് സുപരിചിതമായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അത് മറ്റാരുമല്ല, ആമേൻ യോസെഫാണ്. ഹല്ലേലൂയ! യോസെഫിന്റെ ജീവിതം നോക്കൂ. ഹല്ലേലൂയ! സ്വപ്നമുണ്ടായിരുന്നു, പക്ഷേ സ്വപ്നക്കാരന്റെ മുമ്പിൽ 6 അടി മണ്ണ് ആമേൻ വെട്ടിക്കുഴിച്ച കുഴിയല്ല കേട്ടോ. ഹല്ലേലൂയ! ആമേൻ. വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ കുഴിച്ച കുഴി 6 അടി അല്ല. സ്തോത്രം! സ്വപ്നമുള്ളവന്റെ മുമ്പിൽ
പ്രത്യക്ഷപ്പെട്ട കുഴി 6 അടി ഉള്ള കുഴിയല്ലായിരുന്നു. അർത്ഥം ആ കുഴി കൊണ്ട് തീരാനല്ലായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വപ്നമുണ്ടായിരുന്നു, പക്ഷേ അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കുഴി വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അടിമത്വം വന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്നാലെ ഓരോന്നായി വരികയാ. ഒന്നാമത് കുഴി, രണ്ടാമത് അടിമത്വം, 3 ആമേൻ വ്യാജ ആരോപണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനന്തരം ഹല്ലേലൂയ ആ ജയിലിൽ സ്തോത്രം എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അങ്ങനെ ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ചില തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ദർശനമുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന്റെ മുമ്പിലാണ് കുഴി ആമേൻ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ആ പൊട്ടക്കിണറ്റിൽ കുറച്ചു കാലം അവൻ കഴിയേണ്ടി വന്നു. പക്ഷേ അവിടെ അവൻ വിശ്വസ്തനായിരുന്നു. അവനോട് കൂടെ ഒരുവനുണ്ടായിരുന്നു. അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം കൂടെയുള്ളപ്പോഴും ആമേൻ അടുത്ത ഘട്ടം അടിമത്വമായിരുന്നു. അടുത്ത ഘട്ടം വ്യാജ ആരോപണമായിരുന്നു. അടുത്ത ഘട്ടം ജയിലായിരുന്നു. സ്വപ്നമുള്ളവൻ, വിശ്വസ്തനായവൻ, ദൈവം കൂടെയുള്ളവൻ, എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്ന സാഹചര്യം. ഇന്ന് രാത്രി ദൈവം കൂടെയുള്ളപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴും ഹല്ലേലൂയ. ഓ ഷാനാ ഖാഫാ ഷാന്തേ രേഖേ എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ചിരുന്നില്ല. ഓ അവൻ കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, തടവറയിൽ നിന്ന് അധികാരത്തിലേക്ക്. ആമേൻ. അവന്റെ പരീക്ഷണം പിന്നീട് ഒരു സാക്ഷ്യമായി മാറി. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകാത്തതായിരിക്കാം, പക്ഷേ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നീ കാണുന്നത് ആമേൻ ഒരധ്യായം, എന്നാൽ ദൈവം കാണുന്നത് ഒരു മുഴുവൻ പുസ്തകവും. ഹല്ലേലൂയ. നീ കാണുന്നത് ഇന്നത്തെ വേദന. ഹല്ലേലൂയ. എന്നാൽ ദൈവം കാണുന്നത് നാളത്തെ അവന്റെ സാക്ഷിയായി നീ മാറാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. പ്രിയരെ, ഒരു തലമുറ ആമേൻ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ആമേൻ എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ ആമേൻ മാത്രം വിശ്വസിക്കുന്ന തലമുറയല്ല. തീയിൽ കൂടി കടക്കേണ്ടി വന്നാലും ആമേൻ അതിന്റെ നടുവിലും വിശ്വസിക്കുന്ന തലമുറ. ആമേൻ. ദാനിയേലിന്റെ കാലത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അല്ലേ തീയുടെ ആമേൻ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിച്ചപ്പോഴും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ ആമേൻ നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ ജീവിതങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ആമേൻ. കണ്ണുനീരിലും പ്രാർത്ഥിക്കുന്ന തലമുറ. ഹല്ലേലൂയ. മറുപടി വൈകിയാലും കാത്തിരിക്കുന്ന തലമുറ. ആമേൻ. ലോകം പരിഹസിച്ചാലും യേശുവിൽ ആമേൻ ഉറച്ചു നിൽക്കുന്ന തലമുറ. ആമേൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ അഗ്നിക്കുഴിയിലേക്ക് പോയപ്പോൾ അവർ ദൈവത്തെ വിട്ടില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവം
ഞങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. അതിലും ശക്തമായത് അവർ പറഞ്ഞു, രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ അങ്ങേ ഉപേക്ഷിക്കുകയില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഇന്ന് രാത്രി ആ വിശ്വാസം ആമേൻ നമ്മളിലും ആമേൻ വെളിപ്പെട്ടാൽ ഒരു തീക്കും ഒരു അണലിക്കും ഒരു ശത്രുവിനും നമ്മെ ജയിക്കുവാൻ കഴിയില്ല, നമ്മെ തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി അങ്ങനെയുള്ള തലമുറകൾ എഴുന്നേറ്റ് വരുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ദാനിയേലിന് അത് മുഖാന്തരമായി മാറുവാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ആമേൻ 128 സംസ്ഥാനങ്ങള് അടക്കി വാഴുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തും ദാരിവേഷ് രാജാവിന്റെ കാലത്തും ദാനിയേലിന് പിടിച്ചു നിൽക്കുവാൻ സ്വർഗം കൃപ കൊടുത്തെങ്കിൽ ആമേൻ ഈ കാലഘട്ടങ്ങളിലും ആര് ഭരിച്ചാലും ആര് എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നാലും വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു തലമുറയെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കുക. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗകര്യം നഷ്ടപ്പെട്ടാലും സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടാത്ത തലമുറ, അംഗീകാരം നഷ്ടപ്പെട്ടാലും യേശുവിനെ നഷ്ടപ്പെടുത്താത്ത തലമുറ, സമ്പത്ത് നഷ്ടപ്പെട്ടാലും പ്രത്യാശ നഷ്ടപ്പെടാത്ത തലമുറ, പരീക്ഷണം വന്നാലും വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന തലമുറ, എന്തു വന്നാലും ഞാൻ യേശുവിനെ വിട്ടുപോകില്ല എന്ന് പറയുന്ന തലമുറ. ഇന്ന് രാത്രി അങ്ങനെയുള്ള തലമുറ എഴുന്നേറ്റ് വരുവാൻ ഇടയാകട്ടെ. ഹന്നയെ പോലെ ആമേൻ വീട്ടിലും ആമേൻ സഭയിലും ആമേൻ മനസ്സിലാക്കാത്തവർ ഉള്ളപ്പോഴും ആമേൻ നിന്ദകൾ ആമേൻ വർദ്ധിക്കുമ്പോഴും പ്രതിയോഗി ആമേൻ തന്നെ ദണ്ഡിപ്പിക്കുമ്പോഴും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹന്നയെ പോലുള്ളവർ എഴുന്നേൽക്കട്ടെ. ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ആമേൻ ഒരു തലമുറ പുറത്തു വന്ന അവന്റെ പേരാ ശൗമേല്. താൻ മുതൽ വേർശേബ വരെ അനേകരെ അഭിഷേകം ചെയ്യുന്ന തലമുറ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നിരാശയുടെ ബന്ധനങ്ങൾ അടിഞ്ഞു പോകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും ചില നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ആമേൻ. അങ്ങനെയുള്ളവരുടെ നിരാശയുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയപ്പെടുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. തകർന്ന മനസ്സുകൾക്ക് ശക്തി ലഭിക്കട്ടെ. ദീർഘകാല കാത്തിരിപ്പിന്റെ വേദനയിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെടുന്ന മനസ്സുകൾ പുതുക്കപ്പെടട്ടെ. ഓ, ഭയത്തിന്റെ ശബ്ദം നിശബ്ദമാകട്ടെ. സംശയത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. പ്രാർത്ഥനയിൽ പുതിയ ശക്തി വരട്ടെ. വചനത്തിൽ പുതിയ വിശപ്പ് വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവേ, പരീക്ഷണത്തിന്റെ നടുവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കണ്ണുനീരിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കാത്തിരിപ്പിൽ ഞങ്ങൾക്ക് ക്ഷമ തരണമേ. ഉത്തരം വൈകുമ്പോൾ വിശ്വാസം തരണമേ. വാതിലടയുമ്പോൾ നിരാശപ്പെടാതിരിക്കുവാനുള്ള കൃപ തരണമേ. മനുഷ്യർ മനസ്സിലാക്കാത്തപ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് ഓർക്കുവാനുള്ള കൃപ തരണമേ.
ഹല്ലേലൂയ. എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ഇങ്ങനെ പ്രഖ്യാപിച്ചാട്ട്, എന്റെ പരീക്ഷണം അവസാനമല്ല, എന്റെ കണ്ണുനീർ വ്യർത്ഥമല്ല, എന്റെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. ദൈവം എന്നെ മറന്നിട്ടില്ല. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഞാൻ പിന്നോട്ട് പോകില്ല. ഞാൻ വിശ്വാസം ഉപേക്ഷിക്കില്ല. ഞാൻ യേശുവിൽ ഉറച്ചു നിൽക്കും. എന്റെ പരീക്ഷണം ഒരു ദിവസം അതേ സാക്ഷ്യമായി മാറും. ഒരു തലമുറ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കും. ഒരു തലമുറ യേശുവിനെ വിട്ടുകൊടുക്കില്ല. ഒരു തലമുറ വിശ്വാസത്തിന്റെ സാക്ഷിയാണ്. എല്ലാ കണ്ണുകളും അടച്ചാൽ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കുടുംബസ്ഥരായിരിക്കുന്നവർ ഹല്ലേലൂയ. കർത്താവേ, പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളിൽ സമാധാനം തരണമേ. രോഗത്താൽ വേദനിക്കുന്ന കുടുംബങ്ങളിൽ ആശ്വാസം പകരണമേ. മക്കളെ കുറിച്ച് കരയുന്ന മാതാപിതാക്കളെ ശക്തിപ്പെടുത്തണമേ. ബന്ധനങ്ങളിൽ തകർച്ച അനുഭവിക്കുന്നവർക്ക് ജ്ഞാനം കൊടുക്കണമേ. വീടുകളിൽ പ്രാർത്ഥന വീണ്ടും ഉയരട്ടെ. മക്കൾ മാതാപിതാക്കളിൽ നിന്ന് വിശ്വാസം പഠിക്കട്ടെ. മാതാപിതാക്കൾ മക്കൾക്ക് ക്രിസ്തുവിന്റെ മാതൃകയാകട്ടെ. ഞങ്ങളുടെ വീടുകൾ പരീക്ഷണത്തിലും ദൈവത്തെ പിടിച്ചു നിൽക്കുന്ന വീടുകളാകട്ടെ. പരിശുദ്ധാത്മാവേ, അപ്പാഴും ശൂന്യമായി കിടന്ന ഭൂമി വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ പരിവർത്തിക്കണമേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ആ ദൈവ ശബ്ദം റീമയായി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി റീമയായി വെളിപ്പെടട്ടെ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ വില കുറയുന്നില്ല, അത് കൂടുതൽ ശുദ്ധമാകുന്നു എന്ന് ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കുവാനിടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളെ പരീക്ഷണത്തിൽ ഉപേക്ഷിക്കരുതേ. ഞങ്ങൾക്കെല്ലാം മനസ്സിലാകാത്തപ്പോഴും അങ്ങയെ വിശ്വസിക്കുവാൻ കൃപ തരണമേ. മറുപടി വൈകുമ്പോഴും പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. വഴി കാണാത്തപ്പോഴും നടക്കാൻ കൃപ നൽകണമേ. കൃപ കൃപ കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കണ്ണുനീർ വരുമ്പോഴും സ്തുതിക്കാൻ കൃപ തരണമേ. മനുഷ്യർ മനസ്സിലാക്കാതെ വിട്ടുപോകുമ്പോഴും യേശുവിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഈ വിശ്വാസം പകർന്ന് കൊടുക്കുവാൻ സഹായിക്കണമേ. ഈ തലമുറ പരീക്ഷണത്തിൽ തകർന്നു പോകാതെ
പരീക്ഷണത്തിലൂടെ കൂടുതൽ ശക്തരായി ഉയരട്ടെ. ഞങ്ങളുടെ തലമുറകൾ പറയട്ടെ, ഒരു തലമുറ പറയട്ടെ, എന്ത് വന്നാലും യേശുവിനെ വിട്ടുപോകില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും, ഞാൻ കാത്തിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി പിതാവേ, ആ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ശക്തിയുള്ളവരായി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുത്താട്ട് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്നേഹമുള്ള സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ ദൈവമക്കളെ, ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്കകത്ത് നാം ഒത്തിരി വചനങ്ങൾ വായിച്ചു, ഒത്തിരി കാര്യങ്ങൾ കേട്ടു. എന്നാൽ ഒരു വാക്ക് മാത്രം ഹൃദയത്തിൽ എഴുതണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പിന്നോട്ട് പോകരുത്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണം നാളത്തെ നിങ്ങളുടെ സാക്ഷ്യമായേക്കാം. ഇന്ന് നിങ്ങൾ ചൊരിയുന്ന കണ്ണുനീർ, ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ നാളെ മറ്റൊരാളുടെ പ്രത്യാശയായേക്കാം. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന സമയം നാളെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആമേൻ സാക്ഷ്യമായേക്കാം. അതുകൊണ്ട് കാത്തിരിക്കൂ, പ്രാർത്ഥിക്കൂ, വചനത്തിൽ നിലനിൽക്കൂ, വിശ്വാസം കൈവിടരുത്. ഇന്ന് നമ്മൾ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാം. നാളെ നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. അത് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചവർ കരമുയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന തലമുറ ഇന്ന് നമ്മൾ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം കൃപ നൽകുമ്പോ, കൃപ ലഭിച്ച ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ, ഉറപ്പും ധൈര്യവും ഉള്ളവരായി നിൽക്കുന്നവർക്ക് നാളെ നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നത് കാണുവാനിടയാണ്. ഹല്ലേലൂയ. ഒരു തലമുറ യേശുവിനെ വിട്ടുപോകാതെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കാം. നാളെ ഒരു തലമുറ വിശ്വാസം ഏറ്റെടുക്കട്ടെ. കാരണം യേശു വലിയവനാണ്. അവൻ പരീക്ഷണത്തിലും കൂടെയുണ്ട്, അവൻ കാത്തിരിപ്പിലും കൂടെയുണ്ട്, അവൻ കണ്ണുനീരിലും കൂടെയുണ്ട്, അവൻ വിജയത്തിലും കൂടെയുണ്ട്, അവൻ പരാജയത്തിലും കൂടെയുണ്ട്. രാത്രി, ശുഭകരമായ രാത്രി എല്ലാവർക്കും ആമേൻ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആമേൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എബെനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. മാറാനാഥ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹിമകളുടെ സാക്ഷികളായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, ആമേൻ. പരീക്ഷ അവസാനമല്ല. ആമേൻ. പരീക്ഷയിൽ ജയാളിയായി മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കും. ആമേൻ. ഈ ഗാനം ശ്രവിച്ചാലും ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പരീക്ഷണത്തിലും ഞാൻ വിശ്വസിക്കും, കർത്താവേ നിന്നിൽ മാത്രം. കണ്ണുനീരിലും ഞാൻ പാടും,
നിൻ കൃപ മതിയാകുമേ. വഴി കാണാത്ത നേരത്തിലും നിൻ വാക്കിൽ ഞാൻ നിൽക്കും. വാതിൽ അടഞ്ഞാലും യേശുവേ, നിൻ സമയത്തിനായി കാത്തിരിക്കും. തീയിൽ കൂടി നടന്നാലും നിൻ കരം എന്നെ താങ്ങും. ആഴത്തിലേക്കു വീണാലും നിൻ കൃപ എന്നെ ഉയർത്തും. എൻ കുടുംബം നിൻ കയ്യിൽ, എൻ മക്കൾ നിൻ കയ്യിൽ, എൻ കണ്ണുനീർ പോലും യേശുവേ നിൻ പാദത്തിൽ സമർപ്പിക്കുന്നു ഞാൻ. തളർന്ന ശക്തി തരണമേ, ഞാൻ വീണാൽ ഉയർത്തണമേ. എൻ വിശ്വാസം പരീക്ഷിക്കുമ്പോൾ പിന്നോട്ട് പോകാതിരിക്കണമേ. ഒരു തലമുറ ഉറച്ചു നിൽക്കട്ടെ. പരീക്ഷണത്തിൽ ജയിക്കട്ടെ. യേശുവിൽ വേരൂന്നിയ ജീവിതം ലോകത്തിൻ സാക്ഷിയാകട്ടെ. ഞാൻ വിശ്വസിക്കും, ഞാൻ കാത്തിരിക്കും. യേശുവിൽ ഞാൻ ഉറച്ചു നിൽക്കും.